ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴാണ് കുറച്ചൊക്കെ ജെൻഡറിനെ കുറച്ചും കൂടി ലിബറൽ ആയി കണ്ടു തുടങ്ങിയത് അല്ലെ? നിങ്ങളുടെ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ ഇത് ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയിരുന്നില്ലേ? ഇപ്പൊ ജെൻഡറിനെ വെളിപ്പെടുത്തുന്ന ഒരു കേസിൽ വരികയാണെങ്കിൽ ഇപ്പം എങ്ങനെയാണ് അഭിഷേകിന് അതൊരു തിരിച്ചറിവ് എങ്ങനെയാ വരുന്നത്? ആക്ച്വലി എങ്ങനെയാണ് നമ്മൾ ഇന്ന ജെൻഡർ ആണെന്നുള്ള അക്സെപ്റ്റൻസ് എങ്ങനെയാ വരുന്നത്? Gender is different, sexuality different. Gender, I think Janmuni can say better. See, you cannot just. It's not a choice. It's not a choice, and you cannot judge anyone by their sexuality because gender is same. It's like male and female. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് സർജറി കഴിഞ്ഞിട്ട് നമ്മുടെ കാർഡ് കിട്ടുന്ന ട്രാൻസ്ജെൻഡർ പോലത്തെ വേറെ ഒരു അതല്ല, ഫിമെയിൽ ആണ്. ഫിമെയിൽ അതെ അതെ. പറഞ്ഞ അത് transgender means it's the transformation of the gender. So that is the reason why it's people are making okay transgender girl. It's not biologically, naturally. So it's like okay, it's made, it's transformation. So people has that ഇങ്ങനെ പോലെ ഒരു like communication വന്നിട്ട് അതൊരു പിന്നെ ഇപ്പൊ ഹിജ്റ പറയുന്നില്ല ആൾക്കാർ ഹിജ്റ ആണ്. ഹിജ്റ is different. That's called eunuch. So transgender is different. Now if somebody is gay, that is not meaning he's not a male. He's a male person. Yes. So his feelings is okay. Different. So that is the reason എനിക്ക് ഒരു എപ്പോഴും പ്രശ്നമുള്ളൂ. ഇപ്പൊ പറഞ്ഞില്ലല്ലേ കേരളത്തിൽ നമുക്ക് പ്രശ്നം ഒന്നും ഇല്ല. കാരണം അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ obviously family wise acceptance it will be like different. എന്റെ വീട്ടിലെ പ്രശ്നം ഉണ്ടാവും. കാരണം എന്റെ രണ്ടാമത്തെ അനിയൻ എപ്പോഴും he loves me but sometimes ആൾക്കാർ ഇതേ മുന്നേ ഉണ്ടെങ്കിൽ ഇപ്പൊ കല്യാണം പറയുന്നുണ്ടെങ്കിൽ ആ ഫാമിലി ഓക്കെ, പക്ഷെ ആ ഫാമിലീസ് എന്താ വിചാരിക്കും. സോ അങ്ങനെ എല്ലാം ഫാമിലിയിലും ഉണ്ടോ. പക്ഷെ പെട്ടെന്ന് ഞാൻ ഒരു ആണാണ് പറഞ്ഞിട്ട് ഇതും കല്യാണം കഴിഞ്ഞിട്ട് കുട്ടി 2-3 കുട്ടിയായി അപ്പൊ തന്നെ അയ്യോ ഞാൻ ട്രാൻസ് ആണ് ഇങ്ങനെ പറഞ്ഞിട്ട് ഓഫീസിൽ ഏതാ വീട്ടിൽ എന്റെ വീട്ടിലുണ്ടെങ്കിൽ അടിച്ചു കൊല്ലും, അത്രേ ഉള്ളൂ കാര്യമല്ലേ. സോ ഇഫ് വി നോ വാട്ട് വി ആർ അല്ലെ. ഇപ്പൊ തേർഡ് ജെൻഡർ പറഞ്ഞിട്ട് because of this government things and separation people are making okay this is a third gender means the LGBT community but end of the moment gender is the two. ഇപ്പൊ സർജറി കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ജെൻഡർ ആക്കില്ലല്ലോ. we are becoming a female or otherwise it's male. correct അല്ലേ? so gender is two, sexuality is different. ബേസിക് തന്നെ പലർക്കും അറിയില്ല എന്താ ജെൻഡർ, എന്താ സെക്ഷുവാലിറ്റി എന്താന്ന് അറിയാത്ത. ശരിയാണ്, ഞാനടക്കമുള്ള ആൾക്കാർക്കും കൺഫ്യൂഷൻ വരുന്നത് അങ്ങനെയാണ്. പിന്നെ ഒരു പ്രോബ്ലം, ഇതൊരു ചോയ്സ് ആണെന്ന് പറയുന്നവരുണ്ട്. ലൈക്ക് ഇപ്പൊ ജാനു ഒരു ലേഡി ആയിട്ട് നടക്കുമ്പോൾ ഇത് കണ്ടിട്ട് ചെറിയ കുട്ടികൾ ഇത് ഇൻസ്പയർഡ് ആയിട്ട്, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഇറ്റ്സ് നോട്ട് എ ചോയ്സ്. ഇപ്പൊ ഞാൻ ഡോണ ഡോണനെ കൊണ്ട് ഒരു ആണിനെ പോലെ തന്നെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡോണ ആവില്ലല്ലോ പിറ്റേ ദിവസം. അത്രയുള്ളൂ. അപ്പം പിന്നെ ഇപ്പം ജാനുവിനെ പറയുന്നില്ലേ, ഇപ്പൊ സപ്പോസ് ഒരാൾക്ക് ഇത്തിരി ഫെമിനിറ്റി ഉണ്ട്, ഒരു ഫെമിനിൻ ആയിട്ട് നടക്കുവാണെങ്കിൽ നീ എന്താ ആണ് പെണ്ണിനെ പോലെ നടക്കണേ, നീ ആണായി നടക്കുന്ന പറയും. അപ്പൊ അങ്ങനെ കേട്ട് അവര് സർജറി ചെയ്ത് പെണ്ണായി കഴിഞ്ഞാൽ എന്ത് പറയും? ആണെന്ന് വിളിക്കും. അപ്പൊ ഏതൊരു I'll tell you one thing, it is not going to finish. Yes, it's a human. നമ്മളെ അസമിസിൽ ഒരു വാക്ക് പറയാന് ആൾക്കാർ എന്തൊക്കെ കഴിക്കും എന്തൊക്കെ പറയും, അതിനെ വേണ്ടി ഒരു റൂൾ റെഗുലേഷൻ ഇല്ല. ചിന്തിക്കില്ല ഒരു ആള് ഇങ്ങനെ പറയുന്നില്ല, ചിലപ്പോൾ വിഷമം വരും.